Hi, magic morning, everyone. ബി മാജിക്കിന്റെ 2244 സൂം മീറ്റിംഗിലേക്ക് എല്ലാവരെയും വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ ഇൻവൈറ്റ് ചെയ്യുന്നു. ഓപ്പൺ പ്രെയർ വിത്ത് ചക്ര എന്ന ടോപ്പിക്കിനെ പറ്റി നമുക്ക് വേണ്ടി ഇന്ന് സെഷൻ എടുക്കുന്നത് അക്യുപഞ്ചർ, ഹിപ്നോതെറാപ്പി ആൻഡ് മെഡിറ്റേഷൻ ട്രെയിനറുമായിട്ടുള്ള അബ്ദുൾ റസാഖ് സാറാണ്. വെൽക്കം സർ. Okay, thank you. കാണാനും കേൾക്കാൻ കഴിയുന്നുണ്ടോ? സ്റ്റാർട്ട് ചെയ്തല്ലോ. ഞാൻ ക്യാമറ നോക്കണ്ട. അപ്പൊ ഇന്നത്തെ ടോപ്പിക്ക് ഓപ്പൺ പ്രയർ വിത്ത് ചക്ര. ഈ രണ്ട് സംഭവം നമ്മൾ കേട്ട് പരിചയമുള്ള ഒരു സംഭവമാണ് അല്ലേ? എല്ലാവരും ചെയ്യാറുണ്ടോ? ആരൊക്കെ ചെയ്യാറുള്ളത്? കമന്റ് ചെയ്ത് ഓപ്പൺ പ്രയർ ചെയ്യാറുണ്ട്. എന്തായാലും ഞാനിന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം നിങ്ങൾക്കൊക്കെ അറിവുള്ള ഒരു വിഷയം തന്നെയാണ്. അത് സംശയമില്ലല്ലോ. നമ്മുടെ മെഡിറ്റേഷനിലും ഈ വിഷയം ശ്രദ്ധിക്കാറില്ല എന്നാണ് എൻ്റെ യഥാർത്ഥം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഓപ്പൺ പ്രയറിന്റെ ചക്ര അടങ്ങിയത് നമുക്കിന്ന് പഠിക്കണം. അപ്പൊ ചക്രക്ക് എന്ത് വേണം? ആദ്യം ഒരു മുദ്ര വേണം അല്ലേ? ചക്ര ചെയ്യണ ഒരു മുദ്ര വേണ്ടേ? ആ മുദ്രയുടെ പേരാണ് ചിന്മുദ്ര. ചിന്മുദ്ര അറിയാവുന്നവരാരുള്ളത്? ചിന്മുദ്ര ഇതാണ്. ഓക്കെ. അപ്പൊ വലത് കൈയാണ്, എനിക്ക് തോന്നുന്നു മണിസാർ ഇടത് കൈയാണ് മനസ്സിലുണ്ട്. എന്തായാലും വലത് കൈയിന്റെ ചിന്മുദ്ര പിടിച്ചിട്ട് നെഞ്ചിൽ വെക്കുക. വലത് കൈ ചിന്മുദ്ര പിടിച്ച് നെഞ്ചിൽ വെച്ചിട്ട് ഇടത് കൈയില് ചിന്മുദ്ര പിടിച്ചിട്ട് കാലിലും വെക്കുക. രണ്ട് പൊസിഷനാണ്. കാലിലാകുമ്പോ മടിയിൽ വെക്കാം, കാലിൽ വെക്കാം. എവിടെ വെച്ചാലും പ്രശ്നമില്ല. എന്തായാലും നിങ്ങളൊരു മെയിൻ ചക്ര ഇപ്പൊ ടച്ച് ചെയ്തിട്ടുണ്ട് അല്ലെ? ചിന്മുദ്ര വെച്ച് വലത് കൈ വെച്ച പൊസിഷൻ ഏതാണ്? നെഞ്ച് അഥവാ ഹാർട്ടാണ്. ഹാർട്ട് ചക്രയിൽ നിങ്ങൾ ടച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഹാർട്ട് ചക്ര നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. ആദ്യം ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. എങ്ങനെ ഉണ്ട് നോക്കാലോ. ഇവിടെ ഉണ്ടായിരുന്നു. ഓക്കെ, ഇതാണ് സംഭവം. നിങ്ങൾ കാണുന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. കാണുന്നുണ്ടോ? ഇതാണ് ഹാർട്ട് ചക്ര. സ്ഥാനം ഹൃദയത്തിന് മുകളിൽ, അതായത് നെഞ്ചില്. നിറം പച്ച, മൂലകം വായു, വളർച്ച 21, 28 എന്ന് പറഞ്ഞാൽ 21 വയസ്സ് അല്ലെങ്കിൽ 28 വയസ്സ്. 12 ഇതളുകളാണ്. മുദ്ര ചിന്മുദ്രയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പൊസിഷൻ വലത് കൈ നെഞ്ചിൽ. പിന്നെ അതിന്റെ അഫർമേഷനും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് അതിലേക്ക് ഇപ്പൊ തൽക്കാലം പോകേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അത് ജസ്റ്റ് കണ്ടു. ഇനി നമുക്ക് തുടരാം. അപ്പോ നമ്മൾ ഓപ്പൺ പ്രയർ ചെയ്യുമ്പോൾ ആരോട് എങ്ങനെ എപ്പോ ചെയ്യണം എന്നുള്ളത് വ്യക്തമായ ഒരറിവ് കരസ്ഥമാക്കാൻ പോവാണ്. നമ്മൾ സാധാരണ നമ്മുടെ ഭാഗത്ത് ഒരു തെറ്റുണ്ട് എന്ന് ബോധ്യപ്പെടുമ്പോഴാണ് നമ്മൾ ഐ ആം സോറി എന്ന് പറയാറ് അല്ലെ? നമ്മൾ ഒരാളെ കാലിന് ചവിട്ടി ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ അപ്പൊ നമ്മൾ പറയും ഐ ആം സോറി. സാധാരണ ഉപയോഗിക്കാറില്ലേ?
ഒരു ബസ്സിലെ യാത്രയ്ക്ക് നമ്മുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗം മറ്റൊരാളെ ശരീരത്തിൽ ടച്ച് ചെയ്താൽ നമ്മൾ പറയും ഐ സോറി എന്ന് പറയാറില്ല, ഉണ്ടോ? ഇല്ലേ? അപ്പൊ അതാണ് ഫസ്റ്റ് വാക്ക് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പൊ നമ്മളെ അടുത്ത് ചെറിയ തെറ്റ് പറ്റി എന്ന് നമുക്ക് സ്വയം ബോധ്യപ്പെടുമ്പോഴാണ് നമ്മളത് പറയാറുള്ളത്. അപ്പോ നമ്മളത് പറയുമ്പോൾ നമ്മുടെ നെഞ്ചിലെ അല്ലെങ്കിൽ ഹാർട്ടിന്റെ ആ പ്രകാശത്തിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് പലരോടും ഇങ്ങനെ പറയാനുണ്ടാവും. സാധാരണഗതിയിൽ നോക്കിയാൽ എന്റെ ഭാഗത്ത് തെറ്റുണ്ട് എന്നൊരാളും സമ്മതിക്കാറില്ല. ഇപ്പൊ ഞാനും മണിസാറും തമ്മിലൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നത് മണിസാറ് അടുത്താണ് തെറ്റ് എന്നായിരിക്കും. മണിസാറ് പറയൽ എന്തായിരിക്കും? റസാഖിന്റെ അടുത്താണ് തെറ്റ്, അല്ലേ? അങ്ങനെയല്ലേ സംഭവിക്കാറ്? നമ്മൾ സ്വയം സമ്മതിക്കാറുണ്ടോ? വളരെ കുറവാണ്. അപ്പൊ സ്വയം സമ്മതിക്കാൻ നമ്മൾ നമ്മുടെ വെളിച്ചത്തിൽ തന്നെ നോക്കണം. നമ്മുടെ നെഞ്ചിലെ വെളിച്ചത്തിൽ നോക്കണം, ഹാർട്ടിന്റെ വെളിച്ചത്തിൽ നോക്കണം. അപ്പോ ഒരുപാട് ആളുകളെ കാണാൻ കഴിയും. അങ്ങനെ ഒരു വെളിച്ചം ഉണ്ടോ ഇല്ലേ? നമുക്ക് നോക്കാം. ഏകദേശം ആൾക്കാർക്ക് അത് ഇതൊരു മതപരമായിട്ടോ അല്ലെങ്കിൽ മറ്റു വേസോ ഒന്നും കാണണ്ട. നിങ്ങൾ ഒരുപാട് കാലം കേട്ട് പരിചയമുള്ള ഒരു പാട്ട് ഞാൻ ഇതിൽ അപ്ലൈ ചെയ്യാൻ നോക്കാം. അത് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയോ എന്നറിയില്ല. എന്തായാലും നോക്കട്ടെ. ഇത് നമുക്ക് പഠിക്കലും ഉള്ളോ? രാജ്യക്കാരനെ നമുക്ക് പഠിക്കാൻ വേണ്ടിയിരുന്നു. ഏറ്റവും മികച്ച സമ്മാനം അച്ഛനും അമ്മയ്ക്കും വേണ്ടി സാരിഗമ കാർവ. ശബരിമലയിൽ തങ്കസൂര്യനെത്തുവിന്റെ ഹൃദയവും ഉടുക്കും പൊട്ടി കോടി തേടിയെത്തും സന്നിധാന സൂര്യോദയം. നിൻ തിരുമാറിൽ ഈ നെയ്യഭിഷേകമയ്യപ്പ. ശബരിമലയിൽ മല്ലിക പൂമ്പനി നീരവേഗം മതി എന്നിൽ കാരുണ്യാമൃത തീർത്ഥം ചൊരിയണമയ്യപ്പ. ശബരിമലയിൽ തങ്കസൂര്യ നെഞ്ചിലെ വെളിച്ചത്തിൻ കതിരെടുത്ത് അതിൽ നിൻ പ്രസാദം ചാലിച്ച് നെറ്റിയിലിട്ട് വെളുത്ത ഭസ്മത്തിനാൽ അഭിഷേകം ശുദ്ധ കളവചന്ദനങ്ങളാൽ നമ്മളിവിടെ ഒരു ഗംഗെ ചലഞ്ച് ആണ് നടത്താൻ പോകുന്നത് 2 ടീമിൽ നിന്നും. ആദ്യമായി മാജിക് ബീസിൽ നിന്നും കേട്ടോ? പാട്ട് കേട്ടോ? എന്താ പറഞ്ഞേ? എന്താണ് പറഞ്ഞത്? ആർക്കെങ്കിലും പറഞ്ഞു? ഒരു 60 വർഷം നമ്മളോട് പറഞ്ഞ വാക്കാണ് എന്ത്? നെഞ്ചിലെ വെളിച്ചത്തിൽ കതിരെടുത്ത് അതിനെ പ്രസാദത്തിൽ അലിയിച്ച് നെറ്റിയിൽ തൊട്ട് വെള്ളപ്രസാദത്താൽ അഭിഷേകം. കേട്ടോ? കേട്ടു. അതേതാ വെളിച്ചം? ശുക്രന് ഒരു 60 വർഷമായി നമ്മളോട് ഇത് പറയാൻ തുടങ്ങിയിട്ട്. ആര്? യേശുദാസ് അല്ലേ? ഒരു 60-70 വർഷമായിട്ടുണ്ടാവില്ലേ പറയാൻ തുടങ്ങിയിട്ട്? കേട്ടിരുന്നോ ആരെങ്കിലും? അതോ കണ്ടിരുന്നോ? പാട്ട് കേട്ടിട്ടുണ്ട് ഇല്ല? പാട്ട് കേട്ടില്ല? കേട്ടിട്ടുണ്ട്. ഹലോ, കണ്ടീഷൻ കേൾക്കാം. ഇപ്പൊ എങ്ങനെ?
അല്ല, മുമ്പ് കേട്ടിട്ടുണ്ട്, ഇപ്പഴും കേട്ടിട്ടുണ്ട് പാട്ടെ. എന്റെ എന്താന്നുള്ള ആ ഓക്കെ. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉള്ളത് ശ്രദ്ധിച്ചിരുന്നോ? നെഞ്ചിലെ വെളിച്ചത്തിൻ കതിരെടുത്ത് അതിൽ നിൻ പ്രസാദം ചാലിച്ച് നെറ്റിയിൽ തൊട്ടു. അപ്പൊ നമ്മുടെ ഉള്ളിലുള്ളത് സംഭവം അങ്ങോട്ട് കൊടുക്കുമ്പോഴാണ് അവിടുന്ന് എന്ത് ചെയ്യുക, ഇങ്ങോട്ട് വരിക അല്ലേ? നമുക്ക് ആ ഒരു പ്രകാശത്തിൽ ആരൊക്കെ കാണുന്നുണ്ട് എന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് നമുക്ക് പറയാം. ഇത് പെട്ടെന്ന് തിരിയാനും ബുദ്ധിമുട്ടായിരിക്കും. എന്തായാലും നോക്കാം. ഓക്കെ, ഒരു ഫോട്ടോ കാണുന്നുണ്ട്. ആ ഫോട്ടോയിലെ കൊച്ചുകുട്ടി നിങ്ങളാണ്. ഒരു ഫോട്ടോ കാണുന്നുണ്ട് നിങ്ങൾക്ക്. ആ ഫോട്ടോയിലെ ആ കൊച്ചുകുട്ടി നിങ്ങളാണ്. ഓക്കെ, പറഞ്ഞോളൂ. ആ കൊച്ചുകുട്ടി നിങ്ങളാണെങ്കിൽ ചുറ്റും കൂടിയത് ആരൊക്കെയായിരുന്നു? ആ കൊച്ചുകുട്ടി നിങ്ങളാണെങ്കിൽ നിങ്ങളുടെ ചുറ്റും കൂടിയ ആളുകൾ ആരൊക്കെയായിരുന്നു? അച്ഛനമ്മമാരുണ്ടായിരിക്കും, അവരുടെ ബന്ധുക്കാര്, അയൽവക്കക്കാര് അല്ലേ? കുടുംബം. അച്ഛനമ്മമാരുടെ ജ്യേഷ്ഠാനിയന്മാര്, ചേട്ടത്തിമാര്, ചേച്ചിമാര് അല്ലേ? എല്ലാരും ഉണ്ടാവില്ലേ? ഉണ്ടാവും. ഉണ്ടാവും. അവരൊക്കെ നിങ്ങളെ എത്രമാത്രം സ്നേഹിച്ചിട്ടുണ്ട് എന്ന് പറയാൻ കഴിയും? എന്തെല്ലാം തന്നിട്ടുണ്ടാകും, എന്തെല്ലാം ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും? തിരിച്ച് നിങ്ങൾ അങ്ങോട്ട് എന്താ ചെയ്തത്? ശരി കൊടുക്കും. തിരിച്ചങ്ങോട്ട് എന്തെങ്കിലും ചെയ്തോ? അവര് ചിലപ്പോ ഈ ലോകത്ത് തന്നെ ജീവിച്ചിരിക്കുണ്ടാകാൻ സാധ്യതയില്ല. കുട്ടികൾ ശരിക്കും ചെയ്തിട്ടില്ല. അപ്പൊ നമുക്ക് അവരോട് സോറി പറയണ്ടേ? പറയണം. അപ്പൊ ഐ ആം സോറി അത് പറയണം നിർബന്ധമായിട്ടും അല്ലേ? അവരോട് നമ്മൾ പറയാം, ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ. നിങ്ങൾ എന്നോട് പൊരുത്തപ്പെട്ടു തരണം, അല്ലെങ്കിൽ ക്ഷമിക്കണം, മാപ്പ് നൽകണം എന്നൊക്കെ അർത്ഥം മതി. താങ്ക് യു, ഐ ലവ് യു. നിങ്ങൾക്ക് നന്ദി, പൊരുത്തപ്പെട്ട് തന്നതിന് നന്ദി, ക്ഷമിച്ചതിന് നന്ദി, നിങ്ങൾ ഞാൻ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു. ഓക്കെ അല്ലേ? ഒരു വിഭാഗം. നമുക്ക് അടുത്ത ആളെ നോക്കാം. ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക, കാണാൻ എന്താ അറിയാലോ. ഓക്കെ, ഇതൊക്കെ കുറെ ഫോട്ടോകൾ ഉണ്ടാവും കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഇതോ, ഇതിലെ കൊച്ചുകുട്ടി നിങ്ങളാണ്. പക്ഷെ കൂടെ ഉള്ളത് ആരാ നോക്കുക, ശ്രദ്ധിക്കുക. ആ, അവര് നമ്മളെ കൈപിടിച്ച് നടത്തുന്നു അല്ലെ? രണ്ടുപേരും രണ്ട് കൈയും പിടിച്ച് നമ്മളെ നടത്തുന്നു. ഇന്ന് നമ്മുടെ അച്ഛനമ്മമാർ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് പലപ്പോഴും നടക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പിടുത്തം നമ്മൾ പിടിക്കോ, നമ്മൾ ഹെൽപ്പ് ചെയ്യോ, അതോ പിടിച്ചിട്ടുണ്ടായിരുന്നോ? ശരിക്കും ചിന്തിക്കുക, ശരിക്കും കണ്ടോളിയോ. നെഞ്ചിലെ വെളിച്ചുണ്ടെങ്കിൽ കണ്ടാൽ മതി, ഇല്ലെങ്കിൽ കാണണ്ട. നെഞ്ചിലെ വെളിച്ചം വെച്ചിട്ട് കാണണം, അപ്പോഴേ ഇത് കാണുള്ളൂ, അല്ലെങ്കിൽ കാണൂല. രാവിലെ തന്നെ ഞാൻ വന്നിട്ട് അറിവിന്റെ 3-ാം കണ്ണ് തുറക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയും റസാഖ് സാർ തള്ളൽ തുടങ്ങിയത് അല്ലേ? റസാഖ് സാർ തള്ളൽ തുടങ്ങി രാവിലെ തന്നെ വന്നിട്ട്. അപ്പൊ അത് വേണ്ട, നിങ്ങളെ സ്വന്തം വെളിച്ചത്തിൽ നിങ്ങൾ നോക്കിയാൽ മതി, നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പൊ അവരോട് നമുക്ക് പറയാം 2. ഇനി 3-ാമത്തെ വെറുതെ സമയം വൈകണ്ടല്ലോ അല്ലെ? ഓക്കെ, 3-ാമത്തത്. ഇയാളെ നിങ്ങൾക്ക് പരിചയം ഉണ്ടോ? ഓക്കെ, ഇതിൽ നിങ്ങളുണ്ട്,
പുരുഷന്മാരും സ്ത്രീകളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ ഉണ്ട്. പക്ഷെ ആ ഭക്ഷണം തരുന്ന വ്യക്തി ആരാണെന്ന് നോക്കൂ. നമുക്ക് ഭക്ഷണം തരുന്ന വ്യക്തി ആരാണെന്ന് നോക്കൂ. കണ്ടിരുന്നോ? പിന്നെ കൊന്നു പോന്നതിന് ശേഷം ആളെ കണ്ടിരുന്നോ? ഇല്ല. കണ്ടോ? കണ്ടു. കണ്ടു. കാണാത്തവരാരൊക്കെ ഉണ്ട്? സ്കൂളിൽ നിന്ന് വന്നതിന് ശേഷം 4ാം ക്ലാസ് പഠിച്ച് ആ സ്കൂളിൽ നിന്ന് വിട്ട് പിന്നെ അവരെ കണ്ടോ? ആ ഭക്ഷണം തിന്നാളം എത്ര ദിവസം നമ്മളെ ഭക്ഷണം ഉണ്ടാക്കി തയ്യാറാക്കി നമ്മുടെ പ്ലേറ്റിൽ ഇട്ട് തിന്നു, തിരിച്ചങ്ങോട്ട് എന്തെങ്കിലും ചെയ്തു? തിരിച്ചങ്ങോട്ടൊന്നും ചെയ്തിട്ടില്ല. പറഞ്ഞോളൂ. അതായത് സോറി, തെറ്റാണ്. നിങ്ങളടുത്ത് തെറ്റ് പറ്റി, നിന്റെ അടുത്തും തെറ്റ് പറ്റി. ഓക്കെ, നമുക്ക് അടുത്ത ആളോടും പരിചയപ്പെടാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, ഇതാരാ നോക്കൂ. നിങ്ങൾ ആർക്കെങ്കിലും പരിചയം ഉണ്ടോ? അതിൽ ചെറിയ കുട്ടി നിങ്ങളാണ്. ആണും പെണ്ണും തരംതിരിക്കേണ്ട. അതിൽ ചെറിയ കുട്ടി നിങ്ങളാണെങ്കിൽ നിങ്ങളെ എഴുതി പഠിപ്പിച്ച, വായിച്ച് പഠിപ്പിച്ച, നിങ്ങൾക്ക് അറിവിന്റെ ആദ്യാക്ഷരം നൽകിയ ആ വ്യക്തി ആരാണ്? ആ വ്യക്തി ആരാണ്? അവരിപ്പുണ്ടോ? ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട്? ഇല്ലെങ്കിൽ നിങ്ങൾ അവർക്ക് വേണ്ടി എന്തെല്ലാമാണ് ചെയ്തത്? എത്രമാത്രം നിങ്ങൾ അങ്ങോട്ട് തിരിച്ചു കൊടുത്തു? കണ്ടോളൂ. നിങ്ങൾ ആളുകളെ തന്നെ കാണേണ്ടത് കേട്ടോ. ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കേ വേണ്ട. ഞാൻ പറയുന്ന വാക്ക് മാത്രം സ്വീകരിച്ച് നിങ്ങളെ കാണും. എന്നെ നോക്കണ്ട, എന്നെ വിട്ടേക്ക്. അടുത്ത ആള്. ചില വെളിച്ചത്തിൻ കതിരെടുത്ത് നിൻ പ്രസാദം. അടുത്ത ആള്. യേശുദാസ് 60 കൊല്ലം പാടിയിട്ട് നമുക്ക് മനസ്സിലായിട്ടില്ല. എന്നിട്ട് അപ്പള് നിങ്ങളെ കല്യാണം, നിങ്ങളുടെ വിവാഹത്തിൽ ആരൊക്കെയാണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത്? നിങ്ങളിങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റി ഇങ്ങനെ എന്താ ഉഷാറില്ല? നിങ്ങളെ ഹെൽപ്പ് ചെയ്തത് ആരൊക്കെയാണ്? അവർക്ക് തിരിച്ചെന്തെങ്കിലും കൊടുത്തോ? സ്നേഹിച്ചോ? ഒരു താങ്ക് യു പറഞ്ഞോ? ഇല്ലെങ്കിൽ ഐ ആം സോറി അവരോടും പറയണ്ടേ? തെറ്റാണ് സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടെങ്കിൽ ഐ ആം സോറി, പ്ലീസ് ഫോർഗിവ് മീ, താങ്ക് യു, ഐ ലവ് യു എന്ന് പറഞ്ഞു. ഓക്കെ, നമുക്കൊന്നുകൂടി കാണാം. അതോടുകൂടി നമ്മളെ പരിപാടി നിർത്തിയേക്ക്. എന്താ പതുക്കല്ലേ? നോക്കൂ, ഇതിലെന്തായാലും ഒരാള് നിങ്ങളായിരിക്കും. ഒരാള് നിങ്ങളായിരിക്കും. ആണാണെങ്കിൽ ആണ്, പെണ്ണാണെങ്കിൽ പെണ്ണ്. അവിടെ നിങ്ങൾക്ക് ആരൊക്കെയാണ് ഹെൽപ്പ് ചെയ്തത്? എങ്ങനെ പാകം ചെയ്തവരാര്? കൊടന്നു വെച്ചതാര്? ജസ്റ്റ് ഇത്ര ഉള്ളു. കൂടുതലായാലും ഓവറായ പ്രശ്നമാണ്. അല്ലേ? ജസ്റ്റ് അതിലേക്കൊന്ന് മൈൻഡ് പോവുക. ഓക്കെ, ഇനി പറയാം. ഇനി നിങ്ങളെ ക്ലാസ്സാണ്. ഇത്രയും കണ്ടാ പോരെ? ഇത്രയും കണ്ടാ മതി. ഇനി നമുക്ക് രൂപരേഖ കിട്ടും. ആരൊക്കെയായിരുന്നു നമ്മുടെ ആ സർക്കിളിലുള്ള ആളുകൾ? അപ്പൊ നമ്മള് ചിന്മുദ്ര വെച്ച് നെഞ്ചിൽ വെച്ച് നമ്മുടെ ഉള്ളിലുള്ള ആ പ്രകാശം അങ്ങോട്ട് വിതരണം ചെയ്തിട്ട് ആ പ്രകാശത്തിൽ കാണുന്ന വ്യക്തികൾ, ആ വ്യക്തികൾക്ക് ആത്മാർത്ഥമായി അത് മനസ്സിൽ കൊണ്ടുവന്ന്, ഓരോ സംഭവ വികാസങ്ങളും നമുക്ക് അറിയില്ല ആരൊക്കെയാണോ എന്തൊക്കെയാണോ ചെയ്തതെന്ന്. ആ വ്യക്തമായ ബോധത്തോടു കൂടി നമ്മൾ പറയണം. എന്ത്
ഐ ആം സോറി, പ്ലീസ് ഫോർഗിവ് മീ, താങ്ക് യു. അപ്പോ ഹോ ഒപ്പനൊപ്പനോ പ്രയർ പ്രാക്ടീസ് ചെയ്ത ആളുകളെ ഒന്ന് ജസ്റ്റ് കമന്റ് ചെയ്ത്. ഇതിനു മുമ്പ് പ്രാക്ടീസ് ചെയ്ത ആളുകൾ ഒന്ന് ജസ്റ്റ് കമന്റ് ചെയ്ത് നോക്കട്ടെ. ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യണ്ട. ആ, ഇലവൻ, താങ്ക് യു. ഇലവൻ ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് സാർ, പക്ഷെ ആ, ഈ പറഞ്ഞ പോലെ ഈ ചിന്മുദ്രയിൽ ചെയ്തിട്ടില്ല. ചെയ്തിട്ടില്ല. കൃഷ്ണ ചെയ്തിട്ടുണ്ട്, മണിസാർ ചെയ്തിട്ടുണ്ട്, ബഷീർ സാർ ചെയ്തിട്ടുണ്ട്, ദിവ്യ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് ആളുകൾ, നമ്മളെല്ലാവരും മിക്കവാറും ബി മാജിക്കിലുള്ള ആളുകളൊക്കെ ഒരു പ്രാവശ്യം ചെയ്തിട്ടുണ്ടാവും. അപ്പോ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ആ പ്രകാശത്തിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണുന്ന ആ സർക്കിളിലുള്ളവർക്കെങ്കിലും, നമ്മൾ മൊബൈലും ഡൽഹിയിലൊക്കെ പോയപ്പോഴും അവിടെ നിന്ന് വശമുണ്ട്, അതൊക്കെ വിട്ടേക്ക്, നമ്മളെ സർക്കിളിലുള്ളവരെ തന്നെയെങ്കിലും പിടിക്കും. അവരെ പിടിച്ചിട്ട് എന്ത് ചെയ്യാം, അവർക്ക് കുറച്ച് ദിവസം ചെയ്തു നോക്കും. ഒരു 10-11 ദിവസം തുടർച്ചയായി നിങ്ങൾ ചെയ്തു നോക്കൂ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അറിവിന്റെ മൂന്നാം കണ്ണ് തുറന്ന് കാണാം കാഴ്ചകൾ, അല്ലേ? അപ്പൊ തണ്ട് കാണും. രാവിലെ തന്നെ വന്നിട്ട് ഇതുപോലെ തണ്ട് കാണും. അങ്ങനെ ഒരു കാഴ്ച ഇല്ലേ? അറിവിന്റെ മൂന്നാം കണ്ണ് തുറന്ന് കാണാം എന്ന് പറയുമ്പോ അങ്ങനെ ഒരു കാഴ്ചയുണ്ടോ? കാണാൻ ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടോ? ഇപ്പോ കാണാനുണ്ട് എന്ന് ബോധ്യപ്പെട്ടോ? ഉണ്ട്. അപ്പൊ കണ്ടിട്ട് നമ്മുടെ ചില കാഴ്ചകൾ നമ്മളിൽ നിന്ന് മറച്ചു പോകും, നമ്മൾ കാണൂല. ചില ആളുകൾ പറയുന്ന വാക്ക് നമ്മൾ കേൾക്കുന്നുണ്ടാവും, പക്ഷെ അത് ശ്രദ്ധിക്കൂല. ഇപ്പോ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 60-70 വർഷമായില്ലേ യേശുദാസ് ഈ പാട്ട് പാടിയിട്ട്. ശ്രദ്ധിച്ചിരുന്നോ? ഏതാണ് പാട്ട് അറിയോ? അതിന്റെ തല ഏതാ? ഏതാണ് ഗാനം? ആർക്കെങ്കിലും അറിയോ? ഫസ്റ്റ് അതിന്റെ തുടക്കം ആർക്കറിയാം? ഞാൻ അതിന്റെ സപ്പോർട്ടിങ് അല്ല കേട്ടോ, ഒരു കാര്യം ഞാൻ അതിന്റെ ഉള്ളിലുള്ള കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഈ പാട്ടിന്റെ ആണോ ശബരിമലയിൽ തങ്ക സൂര്യോദയം എന്നുള്ളതാണോ? യെസ്, കറക്റ്റ്. അതെ, ആ പാട്ടാണ്. ആ പാട്ടിൽ ഇങ്ങനെ വരെയുള്ള ശ്രദ്ധിച്ചിരുന്നു. അങ്ങനെ കേട്ടു പോകും അല്ലെ? ഈ ഭാഗത്തുകൂടി കേട്ടിട്ട് അപ്പുറത്തുകൂടി ഇങ്ങനെ. അപ്പൊ ഞാനും അങ്ങനെ തന്നെയാണ്. നിങ്ങളെ ഞാൻ കുറ്റം പറയില്ലായിരുന്നു, ഞാനും അത്ര തന്നെ. പക്ഷെ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കുമ്പോൾ, അതായത് നമ്മുടെ ഉള്ളിലെ വെളിച്ചത്തിൽ നിന്ന് നോക്കുമ്പോൾ അതിലൊക്കെ ഓരോ സംഭവങ്ങളുണ്ടാവും. അത് തന്നെയാണ് ഗുരു എന്ന ഫിലിമിൽ നമ്മളോട് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചത്. പക്ഷെ ആ ഫിലിം കണ്ടവരാരൊക്കെ ഉണ്ട്? അത് കാണൂല. കാരണം കുറച്ച് കണ്ടാല് ഓഫ് ഒക്കെ എണീറ്റ് പോകും. ഗുരു എന്നുള്ള സിനിമ ഉണ്ടാവുന്നു മോഹൻലാലിന്റെ. കുറച്ച് കണ്ട് എണീറ്റ് പോകും. അതതിന്റെ സ്വഭാവമാണ്, ആ ഫിലിമിന്റെ സ്വഭാവമാണ്. ഫുള്ള് കണ്ടവരാരൊക്കെ എന്തായാലും ഞാൻ കണ്ടിട്ടുണ്ട് സാർ. ആ, റോസലിനെയും കണ്ടിട്ടുണ്ട്. പിന്നെ അപ്പൊ ഞാനത് കാണാൻ വേണ്ടി പറയല്ല നിങ്ങളോട് ഇട്ടാ, പക്ഷെ അത് കാണൂല. പകുതി കാണുമ്പോഴേക്കും എണീറ്റ് പോകും. കാരണം അത്രക്ക് ബോറൻ ഫിലിമാണ് അല്ലേ? കുറെ കണ്ണൊട്ടന്മാര് അവരുടെ ഇടയിലുള്ള ഒരു ജീവിതം, എന്താ ഇതിലൊക്കെ ഉള്ളത് എന്ന് നമുക്ക് തോന്നിപ്പോകും. പക്ഷെ നമ്മൾ ആ ഫിലിം ശരിക്ക് നമ്മളെ ഉള്ളിലുള്ള വെളിച്ചത്തിൽ കാണുമ്പോൾ വളരെ കൃത്യമായി നമ്മോട് പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. ഒരു ധ്യാനം ചെയ്യുന്നൊരു പെണ്ണുണ്ട് അതിൽ, അവരെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ. ഒരു ആശ്രമത്തിൽ
അപ്പൊ ആശ്രമത്തിലായിരിക്കും മോഹൻലാൽ ഉണ്ടാകും. അപ്പൊ അവിടുന്ന് ആരും അറിയാതെ ചാടാൻ ശ്രമിക്കുമ്പോ ആശ്രമത്തിലെ ഈ ധ്യാനം ചെയ്യുന്ന പെണ്ണ് പിടിക്കും. എങ്ങോട്ടാ പോകുന്നത് ചോദിച്ചു. നിങ്ങൾ എന്താ ഇവിടെ? അപ്പോ ഒരു കളവ് പറയാ എന്ന നിലയ്ക്ക് മോഹൻലാൽ പറയും, ഞാൻ ഈ പാതകം നമസ്കരിക്കാൻ വന്നതാണെന്ന് മുഴുവൻ പറയില്ല. പാതകം എന്ന് പറയുമ്പോഴേക്കും അവന് സംശയമാവും. കാരണം ഇനി അതിൽ കുടുങ്ങി പോകുമോ എന്ന് പേടിച്ചു പോകും. ബാക്കിയുള്ളവർ അവർ പൂരിപ്പിച്ചു കൊടുക്കുക, പാതകം നമസ്കരിക്കാൻ വന്നതാണല്ലേ, എങ്കിൽ നമസ്കരിച്ചു വെക്കുക. അപ്പൊ പറയും ഞാൻ അതിന് വന്നതല്ല, മാറ്റി പറയും. അപ്പൊ ഒരു നിമിഷത്തിൽ വാക്കുകൾ ഇങ്ങനെ മാറ്റി പറയുന്നവരാണ് ഞാനും നിങ്ങളും എന്ന് മനസ്സിലാക്കുക. നമ്മളെ കാണണം, എന്നാലേ കാണണം. അങ്ങനെ ഓരോന്നും അവർ പറയുന്നുണ്ട്. അപ്പോ നിങ്ങളെ ഈ ഗുരുവിന്റെ വാക്ക് കേൾക്കാനൊന്നും എനിക്ക് സമയമില്ല, ഞാൻ പോവുകയാണ് എന്ന് പറയുമ്പോ ഈ പെണ്ണ് പറയും, നിങ്ങൾക്ക് സമയം കാണില്ല, കാരണം മറ്റുള്ളവരവിടെ വഴിയിൽ കാത്തിരിക്കുകയാണല്ലോ, നിങ്ങൾ ചെന്നിട്ട് വേണമല്ലോ ആ പാവങ്ങളെ കൊല്ലാൻ. അല്ലേ? അപ്പോ മോഹൻലാൽ പറഞ്ഞിട്ട്, നീ എങ്ങനെയാണ് ഇത് അറിഞ്ഞത്? നിന്നെ എനിക്ക് ഭയങ്കര സംശയം ഉണ്ടായിരുന്നു ആദ്യം തന്നെ, എങ്ങനെയാണ് നീ അറിഞ്ഞതെന്ന് ചോദിക്കുമ്പോ അവർ പറയുന്ന ഒരു വാക്കുണ്ട്. അല്ലെങ്കിൽ ഒന്ന് കൺട്രോൾ ചെയ്തിട്ട് ആ ഫിലിം എന്താണ്? പിതൃശുദ്ധി വരുത്തിയ ഗുരുപരമ്പരയുടെ കണ്ണിയാണ് ഞാൻ. ആരാണ്? പിതൃശുദ്ധി വരുത്തിയ ഗുരുപരമ്പരയുടെ കണ്ണിയാണ് ഞാൻ. നിങ്ങൾ കാണാത്ത പ്രപഞ്ച രഹസ്യങ്ങളെ എനിക്ക് കാണാൻ കഴിയുന്നു. റോസലഞ്ഞ് ശ്രദ്ധിച്ചിട്ടുണ്ടോ ആ വാക്ക്? ഇല്ല സാർ, അത്ര ഇതായിട്ടൊന്നും കണ്ടിട്ടില്ല. ഫുള്ള് കണ്ടിട്ടുണ്ടെന്നേ ഉള്ളൂ. അതിൽ പറയുന്നുണ്ട്, വ്യക്തമായി മെഡിറ്റേഷൻ ചെയ്യുന്ന ആളുകളെ ചിത്രസഹിതം അതിൽ കാണിക്കുന്നുണ്ട്. ആരാണ് ഗുരു, എങ്ങനെയാണ് ഇത് സംഭവിക്കുക, നമ്മളൊക്കെ ചിന്താഗതി എന്താണ് യഥാർത്ഥത്തിൽ ഈ ലോകം നടക്കുന്നത്, നമ്മൾ കാണുന്നത് വേറെ ഒന്നാണ്, സത്യം മറ്റൊന്നാണ് എന്നുള്ളതൊക്കെ വളരെ കൃത്യമായി നമ്മളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ നമ്മളെ ശ്രദ്ധിക്കില്ല. ഈ പാട്ട് എന്റെ അഭിപ്രായം യേശുദാസ് പാടിയിട്ടുണ്ട് 70 കൊല്ലം തന്നെ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. ആ ഒരു വീഡിയോ എന്റെ കയ്യിൽ ഉണ്ടായിരുന്നു, പക്ഷെ അത് എവിടെയെന്ന് തപ്പി തെരഞ്ഞിട്ട് വേണം. പിന്നെ അത് മാത്രമല്ല, അത് ഇതിലങ്ങനെ പ്രദർശിപ്പിക്കാൻ കഴിയില്ല, കാരണം അത് എന്റെ പരസ്യമാണ്. അതിൽ എന്റെ ഒരു പരസ്യമുണ്ട് ആ വീഡിയോയിൽ, മെഡിറ്റേഷനെ കുറിച്ചുള്ള ഒരു പരസ്യം കൂടിയാണ്. അതുകൊണ്ട് നമുക്കിങ്ങനെ ഒരു പൊതു പ്ലാറ്റ്ഫോമിൽ അതിന്റെ ആവശ്യമില്ലാന്ന് തോന്നുന്നു. അപ്പൊ ഇതൊക്കെ ഉള്ളതാണ്, ഈ ലോകത്ത് ഉള്ളതാണ്. നമുക്ക് കാണാൻ കഴിയുന്നില്ല, നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല, നമ്മൾ പലതും കേൾക്കുന്നില്ല, നമ്മൾ പലതും അറിയുന്നില്ല എന്നതാണ് സത്യം. അതല്ലാതെ ഈ ലോകത്ത് അങ്ങനെ സംഭവം ഇല്ല എന്നാരും പറയണ്ട. ഉണ്ട്. നമുക്ക് കേൾക്കാനോ കാണാനോ കഴിയാത്തത് അത് നമ്മുടെ തെറ്റാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ തെറ്റുകളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ ചെറുപ്പം മുതൽ ഇന്ന് വരെയുള്ള എല്ലാ സംഭവങ്ങളെയും മനസ്സിൽ കൊണ്ടുവന്ന് അവരോട് മാപ്പ് പറയുമ്പോൾ നമുക്ക് ചില കാഴ്ചകളും ചില അറിവുകളും ഓട്ടോമാറ്റിക്കലായിട്ട് വന്നു ചേരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അറിവിന്റെ മൂന്നാം കണ്ണ് തുറന്ന് കാണാൻ സാധിക്കും എന്ന് വ്യക്തമായി പറയാനുള്ള കാരണം അനുഭവങ്ങളിലൂടെയാണ്. അതല്ലാതെ വെറുതെ രാവിലെ വന്നിട്ട് തള്ളല്ല. ഓക്കെ, ഇതുപോലെ മനസ്സിലായി? അപ്പൊ ഇത് കണ്ടു നോക്കുക, ഈ പാട്ടൊന്ന് കേട്ടു നോക്കുക. നിങ്ങൾ ഏത് ജാതിയോ മതം ഒന്നും നോക്കണ്ട, പാട്ട് കേട്ട് വെച്ചിട്ട് ഒന്നും സംഭവിക്കാൻ പോണില്ല. ആ പാട്ട് കേൾക്കാം, അതേപോലെ ഫിലിം കാണാം, ഒന്നും സംഭവിക്കൂല. ഓക്കെ, അതൊക്കെ വെറും ഇതാണ്. ആ ഒരു പാട്ട് കേട്ട് വെച്ചിട്ട് നമ്മൾ ജാതിയിൽ നിന്നോ മതത്തിൽ നിന്നോ പുറത്തു പോകുന്നില്ല, നമ്മുടെ വിശ്വാസാർത്ഥന ഉണ്ടാവും. അപ്പൊ ഇത് ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് പരമാവധി അറിവുകൾ കരസ്ഥാക്കി ഈ പറഞ്ഞ സർക്കിളിലുള്ളവരോടെങ്കിലും ഒരു തുടർച്ചയായ 11 ദിവസമെങ്കിലും ഇത് ചെയ്തിട്ട് ആ ചെയ്ത ആൾക്ക് റിസൾട്ട് ഉണ്ടെങ്കിൽ അതെന്നോട് പറയൂ. അപ്പൊ ഞാൻ അതിനുള്ള മുന്നോട്ടുള്ള വഴി എനിക്ക് അറിയാവുന്ന ഒക്കെ പറഞ്ഞു തരാം. അതിനൊരു പരിധി ഉണ്ട്, നിങ്ങൾക്കറിയാമല്ലോ. ലിറ്റിന് ഒരു പരിധി ഉണ്ടല്ലോ, ഞാൻ വലിയ സംഭവം ഒന്നല്ല. ആ പരിധി വെച്ചിട്ട് എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുമെങ്കിൽ ഞാൻ ചെയ്തു തരാം. ഓക്കെ, താങ്ക് യു. ഇന്നത്തെ ഈ ഒരു
ക്ലാസ് അല്ലെങ്കിൽ ഈ ഒരു സംഭാഷണം ഞാൻ ഇവിടെ നിർത്താൻ പോവാണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, അതല്ലെങ്കിൽ ഫീഡ്ബാക്ക് പറയാം. താങ്ക് യു. താങ്ക് യു റസാഖ് സാർ, താങ്ക് യു സോ മച്ച്. നമ്മൾ ഒരുപാട് തവണ കേട്ടിട്ടുള്ള പാട്ടും കണ്ടിട്ടുള്ള ഫിലിമുമാണ്, പക്ഷെ സാറ് പറഞ്ഞ ആ വേർഡ് അത് ഇതുവരെ നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സാറ് പറഞ്ഞപ്പോഴാണ് അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരുപാട് കാര്യങ്ങൾ ഓപ്പനോ മെത്തേഡൊക്കെ സാറ് ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നു. അത് ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷെ സാറ് പറഞ്ഞു തന്ന രീതിയിലായിരുന്നില്ല ചെയ്തുകൊണ്ടിരുന്നത്. ഇനി ഇത് ട്രൈ ചെയ്യും സാർ. ഇപ്പോൾ ഫീഡ്ബാക്ക് പറയാനായി മറ്റു ടീം അംഗങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്നു. ഗുഡ് മോർണിംഗ് സാർ. നല്ലൊരു ക്ലാസ് ആയിരുന്നു. സത്യത്തിൽ ഇങ്ങനത്തെ ക്ലാസ്സുകളിൽ ആണ് നമ്മൾ പലപ്പോഴും പല ആളുകളെ കുറിച്ച്, നമ്മുടെ പഴയ ആളുകളെ കുറിച്ച് നമ്മൾ പലപ്പോഴും ഓർത്തു പോകുന്നത്. സാറിപ്പോൾ പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം ഓർത്തത്, എന്നെ എൻ്റെ അമ്മയൊക്കെ വീട്ടിലായിരുന്നു പ്രസവിച്ചത്. അപ്പോൾ ഒരു വൈറ്റാട്ടിയുണ്ട്. അവർ വന്നിട്ട് വലുതാകുമ്പോഴും ഞാൻ വലുതായപ്പോഴും അവർ വീട്ടിൽ വരുമായിരുന്നു. അപ്പോഴൊക്കെ അമ്മ പറയും, മോളെ നിന്നെ എടുത്ത് നീ അവർക്ക് എന്തെങ്കിലും കൊടുക്കാന്ന്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലും കൊടുക്കുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. ഇങ്ങനെ കൈ വെച്ച് തലയിൽ അനുഗ്രഹിക്കും. പക്ഷെ ചിലപ്പോൾ ഒക്കെ ഞാൻ അവരെക്കുറിച്ച് ഓർക്കാറുണ്ട്. മരിച്ചപ്പോഴൊക്കെ പോയിരുന്നു. താങ്ക് യു സാർ, നല്ലൊരു ക്ലാസ് ആയിരുന്നു. പഴയ പലരെ ഓർക്കാൻ നമ്മൾ മറന്നു പോകും. സത്യം പറഞ്ഞാൽ നന്ദി പറയേണ്ട ആരെയൊക്കെയാണെന്ന് നമുക്ക് അറിയില്ല. താങ്ക് യു സാർ, നല്ലൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു. പറഞ്ഞോ. ഗുഡ് മോർണിംഗ്. പറഞ്ഞോ. ഒന്നും പറയാനില്ല സാർ. സാറൊന്നും പറഞ്ഞു തന്നപ്പോഴാണ് പലതും ഓർക്കാറില്ല, ഒന്നും ഓർക്കാറില്ലായിരുന്നു. ഇത് പറയും എന്നുള്ളത് ഉണ്ട്, പക്ഷേ ഇത് ആരോടൊക്കെ പറയണം, എങ്ങനെ പറയണം എന്നൊന്നും അറിഞ്ഞുകൂടായിരുന്നു. പിന്നെ ഈ പാട്ട് അത് വെറുതെ കേട്ടിട്ടുണ്ട്, പല പ്രാവശ്യം കേട്ടിട്ടുണ്ട്. പക്ഷെ അതിലെ കാര്യം ഇന്നിപ്പോ സാറ് പറഞ്ഞപ്പോഴാണ് ശരിക്കും അതിന്റെ ആ വരികളുടെ അർത്ഥം മനസ്സിലായത്. വേറെ ഒന്നും പ്രത്യേകിച്ച് അഭിപ്രായം പറയാനോ ഒന്നും ഇല്ല. കേട്ടപ്പോ ഭയങ്കര പഴയ കാലത്തോട്ട് പോയപ്പോ ഒരു സങ്കടം തോന്നി. പലരോടും ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല, ഒന്നും പറയാൻ പറ്റിയിട്ടില്ല എന്നൊരു സങ്കടം തോന്നിയിട്ടുണ്ട്. എന്റെ അച്ഛനായാലും ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ സാറ് പറഞ്ഞപ്പോ അതൊരു വലിയ വേദനയായി തോന്നി. നല്ല ക്ലാസ് താങ്ക് യു. താങ്ക് യു വിദ്ബാല. വേറെ മാജിക് മോർണിംഗ് റസാഖ് സാറിന്റെ ഇന്നത്തെ ടോപ്പിക്. കാരണം ഇതുവരെ അങ്ങനെ പറഞ്ഞല്ലാതെ ഉള്ളിലേക്ക് ഈ ഇന്നത്തെ ക്ലാസ് കേട്ടപ്പോ ഒരു ഭയങ്കര ഒരു ഇതായിരുന്നു. കാരണം നമ്മൾ ചെയ്യുന്നുണ്ട്, മറ്റ് പഴയ കാലത്തെ കാര്യങ്ങളൊക്കെ ഓർക്കലുണ്ട്. നമ്മുടെ ഗ്രാൻഡ് മദറും മറ്റേ അവരൊക്കെ നമ്മൾക്ക് ചെയ്ത കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ അങ്ങനെ ഓർക്കലുണ്ട്, ആ ചെറുപ്രായത്തിലത്തെ കാര്യങ്ങൾ വന്നതും ഒക്കെ. പക്ഷെ ഇപ്പൊ ഈ ക്ലാസ് മടം കേട്ടപ്പോൾ വളരെയധികം ഇതായിപ്പോയി. അവർക്ക് താങ്ക്സ് പറയേണ്ട കാര്യങ്ങളും അതുപോലെ തന്നെ ആ പാട്ടിന്റെ അർത്ഥം അപ്പോഴാണ് വ്യക്തമായി മനസ്സിലായത്. പിന്നെ സിനിമ ഞാൻ കണ്ടിട്ടില്ല, കാണാനുള്ളൊരു ഇത് കേട്ടപ്പോൾ കാണണം എന്നുള്ളൊരു ആഗ്രഹം കൂടിയുണ്ട്. എന്തായാലും നന്നായിട്ടുണ്ട്. ഇനിയും ഇങ്ങനത്തെ ഓരോ ക്ലാസ്സുകൾ പ്രതീക്ഷിക്കുന്നു. കാരണം നമ്മളൊക്കെ എനിക്കറിയാത്ത കാര്യങ്ങളാണ് സാറിലൂടെ അറിയുന്നത്. അതും വലിയ നന്ദിയാണ് ദൈവത്തിനാന്ന് പറയുന്നത്. താങ്ക് യു. താങ്ക് യു. വേറെ മാജിക് മോർണിംഗ് റസാഖ് സാർ. വളരെ നന്നായിട്ടുണ്ടായിരുന്നു ക്ലാസ്. നമ്മള് ശരിക്ക് ഓപ്പനപ്പോ പ്രെയർ ചെയ്യലുണ്ടെങ്കിലും ഈ ചിന്മുദ്രയിൽ ചെയ്യാറില്ല. ഇപ്പോഴതിന്റെ ഒരു എഫക്റ്റും കൂടി ഉണ്ടാവും. അപ്പം സാറ് പറഞ്ഞ മാതിരി നമ്മളെ ഹൃദയത്തിലുള്ള ആ പ്രകാശത്തിൽ നിന്നുള്ള ആ ഒരു ഇതും കൂടി ചേർക്കുമ്പോൾ അതിനൊരു കൂടുതലൊരു എഫക്റ്റ് ഉണ്ടാവും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പൊ അതിന്റെ ഒരു നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് ഡബിൾ എഫക്റ്റ് വരിക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യം തന്നെയാണ്. അപ്പൊ നമ്മൾ ചെയ്യുന്ന പ്രെയർ ഉണ്ടല്ലോ, ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ എന്ന് പറയുമ്പോൾ ആത്മാർത്ഥമായിട്ട് നമ്മൾ പറയുന്ന പോലെയാണ് ഉണ്ടാകുക. അപ്പൊ അതിന്റെ എന്തായാലും നമ്മളെ മനസ്സിന് എന്തൊരു സന്തോഷം സംതൃപ്തിയൊക്കെ ഉണ്ടാകുന്നതാണ്. അപ്പൊ പലപ്പോഴും ഈ സാറ് പറഞ്ഞ ഈ പാട്ടിന്റെ കാര്യമായാലും ശരി, പല പാട്ടുകളിലെയും മ്യൂസിക്കാണ് നമ്മൾ ആദ്യം എടുക്കുക. അതിന്റെ വാക്കുകളിലേക്ക് ചിലപ്പോൾ ശ്രദ്ധ പോകാറില്ല. പക്ഷെ ചില വാക്കുകളിൽ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്, പക്ഷെ ചിലത് നമ്മൾ വിട്ടുപോകാറുണ്ട്. പിന്നെ ഈ പണ്ട് കാലത്തുള്ള അതിലേക്ക് സാർ ഒന്ന് കൊണ്ടുപോയത് വളരെ നന്ദിയുണ്ട്.
നമ്മൾ ചെറുപ്പം മുതൽ നമ്മളെ അച്ഛനും അമ്മയും ചെറുപ്പത്തിലുള്ള കുട്ടി വളർന്ന് വലുതാകുന്ന സ്കൂളിൽ നമ്മളെ പലരും സഹായിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ നമ്മളിപ്പം ഈ സമയത്ത് നമ്മൾ മറ്റുള്ളവരെയും സഹായിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പൊ അതൊരു തുടർച്ചയായിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. പക്ഷെ നമ്മൾ അവരെ കാണുമ്പോൾ അത് അങ്ങനെയുള്ള സന്ദർഭങ്ങൾ വരുമ്പോൾ ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു ഒത്തുകൂടലിൽ, അതായത് കല്യാണത്തിനൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് അവരെ മുന്നിൽ നിൽക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ നമ്മൾ ഒന്നും കൊടുത്തില്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന ഫീലിങ്ങും അവരനുഭവിക്കുന്ന സന്തോഷവും നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ആ ഒരു അറ്റാച്ച്മെന്റ് ഭയങ്കരമാണ്. നമ്മൾ ഓർക്കാറുണ്ട്, ഇപ്പം ഒരു വീട്ടിൽ കല്യാണത്തിന് വിളിച്ച ഒരു സദ്യ തന്നു കഴിഞ്ഞാൽ അതൊരു സദ്യ മാത്രമല്ല, അത് കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ നമ്മൾക്കൊരു നല്ല ഭക്ഷണം കിട്ടിയതിന് ഉള്ളിൽ നിന്നൊരു SMS ആ ഫാമിലിക്ക് പോകും. ഈ കല്യാണത്തിന് നന്നായി നടക്കട്ടെ എന്നുള്ള ഒരു ആത്മാർത്ഥമായിട്ടുള്ള ഒരു മെസ്സേജ് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ പോയിട്ടുണ്ടാവും. വ്യക്തമായിട്ട് പ്രകടിപ്പിക്കാതെ തന്നെ നമ്മുടെ അടുത്ത് പോയിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും ഈ ഇന്നത്തെ ക്ലാസ് നമുക്കൊരു കൺതുറപ്പിക്കുന്ന ഒരു ക്ലാസ് തന്നെയാണ്. നമ്മൾ ഈ ചെയ്യുന്നതിൽ 10-15 ദിവസത്തിലെ തുടർച്ചയായിട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ആത്മീയമായിട്ടുള്ള ഒരു ഉണർവ് ഉണ്ടാവും എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളൊരു കാര്യം സോറി ഫർഗീവ് പറയുമ്പോൾ അത് നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ അകത്ത് ഗുണം ലഭിക്കും, തീർച്ചയായിട്ടും ലഭിക്കും. ഇന്നത്തെ ക്ലാസ് റസാഖ് സർ വളരെ ഭംഗിയായിട്ട് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ വളരെ നന്നായി നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു ക്ലാസ് തന്നെയാണ്. താങ്ക് യു വെരി മച്ച് സാർ. താങ്ക് യു. ഇനി ആരെങ്കിലും ഉണ്ടോ? സർ, പറഞ്ഞു. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. മരിച്ചുപോയവരും ജീവിച്ചിരിക്കുന്നവരുമായിട്ടുള്ള ഒരുപാട് പേര് മനസ്സിലേക്ക് വന്നു. സാറ്, ഒരു സംശയം ചോദിച്ചിട്ട്, ഈ 108 പ്രാവശ്യമാണ് ഇത് ഒരു ദിവസം ചെല്ലേണ്ടത്? അങ്ങനെ ഒരു കണക്കുണ്ട്, പല കണക്കുകളും ഉണ്ട്. 108 ശരിക്കും താങ്ക് യുവിന്റെ കണക്ക് 108. നമ്മൾ എല്ലാ ദിവസവും രാവിലെ മെഡിറ്റേഷന് മുമ്പ് കുറച്ച് പ്ലേ ചെയ്യുന്നുണ്ട്. അതിന്റെ യഥാർത്ഥ എണ്ണം 108. അങ്ങനെ 108ന്റെ ഒരു കണക്ക് ഇതിലുണ്ട്. അപ്പൊ 108 കഴിഞ്ഞിട്ട് പ്രശ്നമില്ല. പല കണക്കുകളും ഉണ്ട്, ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇനി കണക്കില്ലാത്തിട്ടും പ്രശ്നമില്ല. ഓക്കെ സാർ. അതുപോലെ എല്ലാ ചക്രാസിനെ കുറിച്ചുള്ള ക്ലാസ് സാർ എടുക്കുവോ? എല്ലാ ചക്രീസിന്റെ ഞാൻ എടുക്കാറുണ്ട്. അല്ല, ഇത് അത് കുറച്ചുകൂടി കഴിഞ്ഞിട്ടേ അങ്ങനെ. പിന്നെ നമ്മൾ ഓരോരോ ക്ലാസ്സുകൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനു മുമ്പ്. തോട്ട് ചക്ര, അതേപോലെ തന്നെ തേർഡ് ഐ ചക്ര ചർച്ച ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറെ ചക്രാസ് നമ്മൾ ഈ ബി മാജിക്കിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. എല്ലാം കൂടി 7 ചക്രയുടെ ഒരു ദിവസം ചെയ്യാൻ കഴിയില്ല. അത് ചെയ്യാൻ കഴിയും അതിന്റെ ഷോർട്ട് കട്ടിലൂടെ ഒക്കെ പോയാലും. അത് അങ്ങനെ അതിന്റെ മുമ്പ് ചെയ്തിട്ടുമുണ്ട്. 7 ചക്രയുടെ ഒരുമിച്ച് ഇല്ല, ഷോർട്ട് കട്ടിലൂടെ പോയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. താങ്ക് യു സർ. മാജിക് മോർണിംഗ് റസാഖ് സാർ, പറഞ്ഞത് നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഞാനിവിടെ എത്താൻ ആരെല്ലാം എന്നെ ഇവിടെ എത്തിച്ചു എന്നൊരു ഒരു ഓർമ്മപ്പെടുത്തല് കഴിഞ്ഞപ്പോ ഞാൻ സ്വന്തമായിട്ട് എത്തിയായിട്ട് തോന്നുന്നു. പക്ഷേ ഇതിന്റെ പിന്നിലെ ആരെല്ലാം പ്രവർത്തിച്ചിരിക്കുന്ന യൂണിവേഴ്സിറ്റി എവിടുന്നെല്ലാം ആൾക്കാരെ കൊണ്ടുവന്നിട്ടാണ് ഞാൻ ഈ നിലയിലെത്തിയത് എന്നതിന് അതൊരു തിരിച്ചറിവ് ആണ്. നമ്മളത് അവരോട് എപ്പോഴും ഞാൻ ഇത് ചെയ്യാറുണ്ട്, പക്ഷെ ചിന്മുദ്രയിൽ ചെയ്യുന്നില്ല എന്നുള്ളൂ. ഞാനെപ്പോഴും ഫർഗീനസ് ചെയ്യുമ്പോൾ ഇതാണ് മെയിനായിട്ട് ഓപ്പനപ്പിലാണ് ചെയ്യാറ്. അത് നല്ല ഫലം ചെയ്തിട്ടുണ്ട് ഇതുവരെ നമ്മളെ പല നിലക്കും. പിന്നെ മെഡിറ്റേഷൻ ചെയ്യുന്നതുകൊണ്ട് അത് എവിടെ നിന്നെല്ലാം എന്തെല്ലാം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതിലൊരു ഭാഗമാണ് ഇന്നത്തെ ക്ലാസ്. നമുക്ക് യൂണിവേഴ്സ് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും. എവിടുന്ന് നമ്മൾക്ക് ആവശ്യമുള്ളത് വിഭവങ്ങൾ ഇങ്ങനെ സമയാസമയം എത്തിച്ചു തരും. അതിന്റെ ഒരു ഉദാഹരണമാണ് ഇന്നത്തെ ഒരു ക്ലാസ്. ഏതായാലും നല്ല ക്ലാസ് ആയിരുന്നു സാർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ബഷീർ സാർ. അത് ബഷീർ സാർ പറഞ്ഞ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഇത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്ഥിരമായി മെഡിറ്റേഷൻ ചെയ്യുന്ന ആളുകൾക്ക് അറിവിന്റെ പ്രവാഹം ഉണ്ടാകും. ശരിക്കും ശ്രദ്ധിച്ച് കേട്ടോളി. അത് ചെയ്ത് നേടിയ
വ്യക്തിയാണ് ആ പറയുന്നത്. അതേ അറിവ് വെച്ചിട്ട് തന്നെയാണ് എൻ്റെ ക്ലാസ് ഉണ്ടാവുക. അതല്ലാതെ ഞാനിത് പ്രിപ്പറേഷൻ ചെയ്തുണ്ടാക്കുന്നതല്ല. അത് അറിയുന്നവർ കുറച്ച് ആൾക്കാരുണ്ട് ഇതിൽ. അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് ഈ ഒരു നഷ്ടപ്പെടുമ്പോൾ, അതായത് നമ്മളെ ട്രെയിനർമാരില്ലാതാകുമ്പോൾ ക്ലാസ് ചെയ്യുന്നതും ഇതേ സംഭവം വെച്ചിട്ട് തന്നെയാണ്. നമ്മൾ PPT ഉണ്ടാക്കിയിട്ടോ അതല്ലെങ്കിൽ പ്രിപ്പറേഷൻ ചെയ്തിട്ടോ അല്ല. തൽക്കാലം ആ കസാരയിലൂടെ ഇരിക്കും, ബാക്കിയുള്ളത് പ്രപഞ്ചത്തിലേക്കാണ് വിട്ടുകൊടുക്കുകയാണ്. അവര് തരുന്ന അറിവായിരിക്കും പറഞ്ഞു തരുന്നത്. അത് ബഷീർ സാറും അങ്ങനെ തന്നെയാണ്. താങ്ക് യു. അതില്ലാത്തതല്ല, ഉള്ളതാണ്. പറഞ്ഞോളൂ അടുത്താളെ. താങ്ക് യു സർ. റസാഖ് സാർ. ഇനി ആരെങ്കിലും ഉണ്ടോ? താങ്ക് യു ഇനി സർ. നിങ്ങൾക്ക് ആ പറഞ്ഞോ, ശരി പറഞ്ഞു. ശരിക്കും ഒരു വേദന തോന്നിയ ഒരു ക്ലാസ് ആയിട്ട് തോന്നി എനിക്കിത്. ശരിക്കും പഴയ എന്തൊക്കെയോ ഓർമ്മകളിലേക്ക് പോയി. ഇപ്പൊ അടുത്ത കാലത്താണ് ഇപ്പൊ ഈ ഓപ്പൺ അപ്പ് എന്നൊക്കെ ഉള്ള കാര്യം ഞാനൊക്കെ അറിഞ്ഞത് തന്നെ. ഇപ്പൊ അത് നമ്മള് പഴയ കാലത്തൊക്കെ നമ്മളെ പാരന്റ്സിനോടൊക്കെ ഇപ്പോഴാണ് അത് മനസ്സിലാവണത്. കാരണം നമ്മൾക്ക് ഇപ്പൊ മക്കള് പേരക്കുട്ടികളൊക്കെ ആയപ്പോ അവരെ വായിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു തെറ്റായ വാക്കുകൾ അതൊക്കെ കേൾക്കുമ്പോ അതിപ്പോ ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മള് പണ്ട് നമ്മളുടെ പാരന്റ്സിനോടൊക്കെ നമ്മള് പെരുമാറിയതും അല്ലെങ്കിൽ എന്തെങ്കിലും ദേഷ്യപ്പെട്ടതും ആ കാലത്തൊന്നും നമ്മള് സോറി പറയുക അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. അതൊക്കെ ഇങ്ങനെ ശരിക്കും ആലോചിച്ചപ്പോ ഭയങ്കര വിഷമം തോന്നി. ശരിക്കും ഒരുപാട് എവിടേക്കൊക്കെയോ പോയി, പഴയ കാലത്തേക്കൊക്കെ പോയ ഒരു ഓർമ്മ. താങ്ക് യു സർ. നല്ലൊരു ക്ലാസ് ഓക്കെ, ആയിരുന്നു. നിങ്ങൾ സ്ഥിരമായിട്ട് ഒരു 20 മിനിറ്റ്, ഒരു ദിവസം ഒരു 20 മിനിറ്റ് എങ്കിലും ഇതിനായിട്ട് ഉപയോഗിച്ചിട്ട് ഒരു 11 ദിവസം ചെയ്തു നോക്കും. തുടർച്ചയായിട്ട് ഒരു 11 ദിവസം, ഒരു ദിവസം ഏകദേശം ഒരു 20 മിനിറ്റ് അത്ര മതി. എന്നിട്ട് ഈ മുദ്ര അതിങ്ങനെ ഈ വെച്ചിട്ട് ചിന്മുദ്ര ഒക്കെ വെച്ചിട്ട് തന്നെ ചെയ്യണല്ലോ സാർ? ആ ചിന്മുദ്ര ഹാർട്ട് ചക്രയിൽ വെക്കണം. അപ്പൊ ഇവിടെ വെച്ചാലേ ഇത് സാധനം അങ്ങോട്ട് പ്രസ് ചെയ്യുന്നു. ഇവിടുന്ന് അങ്ങോട്ട് ഒരു സാധനം കൊടുക്കാതെ അവിടുന്ന് ഇങ്ങോട്ടൊന്നും കിട്ടുന്ന ഒരു പ്രതീക്ഷയും വേണ്ട. അത് ഈ പ്രപഞ്ചത്തിന്റെ ഒരു രഹസ്യമാണ്. നിങ്ങൾ അങ്ങോട്ട് സ്നേഹിച്ചാൽ മാത്രമേ നിങ്ങൾ ഇങ്ങോട്ട് സ്നേഹിക്കാൻ ആളുണ്ടാവുള്ളൂ. നമ്മൾ ശരിക്കും ചെയ്യുന്ന തെറ്റാണ്. നമ്മള് അധികാരഭാവത്തിലാണ് നമ്മൾ നമ്മളെ പേരൻസിന്റെ നമ്മൾ എന്ത് പറയും. പക്ഷെ ഇതൊക്കെ ഇപ്പോഴാണ് അത് മനസ്സിലാവണത് സാർ. അത് ഞങ്ങൾക്ക് അവകാശമുള്ളതല്ല, ഞങ്ങൾക്ക് അത് പറയാൻ അവകാശമില്ല. അതൊന്നും കുഴപ്പമില്ല, അതിപ്പോ ഒരു സോറി പറഞ്ഞു അതൊക്കെ ആ ചിന്തയായിരുന്നു ആ കാലത്തൊക്കെ. നമ്മൾ അങ്ങോട്ട് കൊടുക്കാതെ ഒന്നും ഇങ്ങോട്ട് തിരിച്ചെടുക്കുക. അപ്പൊ എന്ത് ചെയ്യാ, ഇവിടുന്ന് അങ്ങോട്ട് കൊടുക്കുക, ഇതിൽ നിന്ന് എടുത്തിട്ട് അങ്ങോട്ട് കൊടുക്കുക. അങ്ങോട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കുറെ കാഴ്ചകളും കേൾവികളും കൂടുതൽ. ഇത് ഭയങ്കര സംഭവം കേട്ടോ. ഐ ഓപ്പണിങ് എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് ഇത് പറഞ്ഞാൽ ഒരിക്കലും മനസ്സിലാവില്ല. ഇത് ചെയ്തു നോക്കിയിട്ട് നിങ്ങളെ അനുഭവം എന്നോട് പങ്കുവെക്കും. അപ്പൊ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ മുന്നോട്ടുള്ള വഴി ഞാൻ പറഞ്ഞുതരാം. അല്ലാതെ ഇവിടെ പറഞ്ഞിട്ട് ഒരു പ്രയോജനമില്ല. അടുത്താള് ഇനി ഉണ്ടോ? ഓക്കെ റസാഖ് സാർ, നല്ലൊരു ഈ ഓപ്പണിംഗ് ആയിരുന്നു. കാരണം നമ്മള് ജനിച്ചപ്പോൾ മുതലുള്ള ആ ഒരു സംഭവങ്ങള് എത്രമാത്രം നമ്മൾ ചെയ്യുന്നത് ശരിയാണ്, അല്ലെങ്കിൽ ഇനി എത്രമാത്രം നമ്മൾ കൂടുതൽ ആഴത്തിൽ ചെയ്യാനുണ്ട്, ഇതിന്റെ ഇമ്പോർട്ടൻസ്. കാര്യം പറഞ്ഞാൽ നമ്മൾ പറയുകയും എഴുതുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഡെയിലി. പക്ഷെ ആഴത്തിലേക്ക് പോകുമ്പോഴാണ് ചെയ്യുന്നതിൽ എത്രമാത്രം തെറ്റുള്ള ഒരു ക്ലാസ്. താങ്ക് യു വെരി മച്ച്. ആ ഫിലിം ഒന്ന് കണ്ടോളി. ഇനി ആർക്കെങ്കിലും, ഞാൻ അതിന്ന് കട്ട് ചെയ്തൊരു വീഡിയോ ഉണ്ട്, അത് വേണമെങ്കിൽ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ ഒന്ന് എനിക്കൊരു മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ അയച്ചുതരുന്നുണ്ട്. ആ കട്ട് ചെയ്തെടുത്ത ആ ഭാഗം മാത്രം. അതല്ലെങ്കിൽ ആ ഫുള്ള് ഓക്കെ. ഗ്രൂപ്പിലിടാൻ പറ്റില്ല. ഗ്രൂപ്പിലിട്ടാൽ അതില് പരസ്യമുണ്ട്, അതുകൊണ്ടാണ്. അതിനെ ഞാൻ തൽക്കാലം ഡൗൺലോഡ് ചെയ്തെടുക്കണം. കുറച്ച് പണിയുള്ള കാര്യമാണ്. അതിനായിട്ട് അല്ലെങ്കിൽ ആ ഗുരു എന്നുള്ള ഫിലിം അടിച്ചാൽ മതി. ഗുരു മലയാളം ഫിലിം, മോഹൻലാലിന്റെ ഫിലിമാണ്. ഇരുന്ന് കാണണം. അത് തുടങ്ങിയ മുതൽ അവസാനം വരെ ഇരുന്ന് ഇങ്ങനെ കണ്ട് മനസ്സിലാക്കുക. എന്താണ് ആ പറയുന്ന വാക്ക്, എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കേണ്ടതെന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കിയിട്ട് കാണാം. അപ്പോഴത് തിരിയുള്ളൂ. ഇത് കുറച്ച് കണ്ട എണീറ്റ് പോകും. ആദ്യം ബോറം ഫിലിമാണ്. കണ്ടിട്ടുണ്ട്, ഒന്നോ രണ്ടോ പ്രാവശ്യം കണ്ടിട്ടുണ്ട്. പക്ഷെ അതിനെ പറ്റിയിട്ട് ഇപ്പൊ സാറ് പറഞ്ഞ പോലത്തെ ഡീറ്റെയിൽസ് ഒന്നും മനസ്സിലായിട്ടില്ല.
പാട്ട് പ്രത്യേകമായിട്ടുള്ള എന്തൊക്കെ എത്രയോ ഇൻസ്ട്രുമെന്റ്സ് വെച്ചിട്ടാണ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അല്ലാതെ മറ്റുള്ളതൊന്നും അത്ര കാര്യം ശ്രദ്ധിച്ചില്ല. അതാണ് ശരിക്കും ഇങ്ങനെ ശ്രദ്ധിച്ച് കേട്ട് നോക്കിയുണ്ട് ആ വാക്കുകളും പ്രവർത്തനങ്ങളും. നമ്മളൊക്കെ വിചാരിക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് വ്യക്തമായി അതിൽ പറയുന്നുണ്ട്. നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട്, മതങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവരെ ആക്രമിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ നടക്കേണ്ടത് എന്താണ് എന്നുള്ളതൊക്കെ അതിൽ കൃത്യമായി നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. അതൊരു പഴയ ഫിലിമാണ്. അതേപോലെ തന്നെ ടിയാൻ എന്ന ഫിലിം നമുക്ക് കാണാൻ പറ്റിയ ഫിലിമാണ്, പൃഥ്വിരാജിന്റെ. അതില് ഹിന്ദു മുസ്ലിം എന്താണ് സംഭവം എന്ന് പറഞ്ഞു തരുന്നുണ്ട്. ടിയാൻസില് പൃഥ്വിരാജ് മുസ്ലിമാണ്, പക്ഷെ അവന് ഈ സംഭവങ്ങളൊക്കെ ലഭിക്കുന്നത് ഒരു സ്വാമിയുടെ അടുത്തുനിന്നാണ്. അങ്ങനെയൊക്കെ കുറെ എന്റെ മോൻ സംഭവങ്ങൾ. കണ്ടിട്ട് എന്നോട് പറഞ്ഞേ അമ്മൊക്കെ വന്നാൽ അമ്മയ്ക്കൊന്നും മനസ്സിലാവില്ല, കാണണ്ടെന്ന് പറഞ്ഞു എന്നോട്. അതാണ്, കണ്ടാൽ നമുക്ക് പെട്ടെന്ന് ഇത് മനസ്സിലാകൂല എന്നാണ് ഇതിന്റെ ഏറ്റവും രസം. കാര്യങ്ങള് നമുക്കിപ്പോ ഈ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? എന്നാൽ പുതിയ ഒരാളെ മെഡിറ്റേഷനിലേക്ക് കൊണ്ടുനോക്കി ഒരു 5-6 ദിവസം സ്ഥിരമായി അയാൾ മെഡിറ്റേഷനിൽ പങ്കെടുത്ത അയാൾ ഇതിന് രാജിച്ചു. എന്തെങ്കിലും കാരണം ഉണ്ടാവും, പനി, ജലദോഷം, കുട്ടി അസുഖം, എന്തെങ്കിലും കാരണം പറഞ്ഞിട്ട് അയാൾ മെഡിറ്റേഷൻ പോകും. ഇത് ഭയങ്കര രസമാണ്. ഒരാള് നിർത്തിയില്ല എന്നുള്ളതാണ് ഇതിന്റെ സത്യം. ഇത് നിന്ന് കഴിഞ്ഞാൽ അയാൾക്ക് കിട്ടും, പക്ഷെ നിർത്തൂല, എങ്ങനെയെങ്കിലായിട്ട് പുറത്ത് കടിക്കും. അപ്പൊ ഇത് ഫുള്ള് നമ്മൾ അത് കാണാൻ വേണ്ടി പ്രചോദനം നൽകി ഒന്നല്ല കേട്ടോ. ഓരോ സംഭവം നമ്മൾ അങ്ങനെ മനസ്സിലാക്കാം. ഇത് ഒന്ന് ക്ഷമിച്ചിരുന്നിട്ട് കണ്ട് കേട്ട് അപ്പോഴേ നമുക്ക് ഇത് കിട്ടുള്ളൂ. അതായത് ഏത് മെഡിറ്റേഷൻ അങ്ങനെ കിട്ടുള്ളൂ. ഇപ്പൊ ബഷീർ സാറിനോട് ചോദിച്ച് മനസ്സിലാവുന്നു. 1 ദിവസം 2 ദിവസം 10 ദിവസം 100 ദിവസം ചെയ്ത് കിട്ടുന്നൊന്നും ഒന്നും ആകൂല. അതാകുന്നത് വരെ ക്ഷമിച്ചിരുന്ന് കേട്ടോളണം. ഓക്കെ, താങ്ക് യു. 36 ആയിട്ടുണ്ട്. വൈൻഡപ്പ് ചെയ്യാം. Thank you. Thank you, everyone. Thank you, sir. Thank you. താങ്ക് യു സർ. Thank you all. വേണ്ടിയത് സമയം മാറ്റി വെച്ച് റസാഖ് ജോയിൻ ചെയ്തു. ആരെങ്കിലും ഫീഡ്ബാക്ക് പറയുന്നുണ്ട്? ആരോ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് വേണ്ടി ഇന്ന് സമയം മാറ്റി വെച്ച റസാഖ് സാറിനും ജോയിൻ ചെയ്ത എല്ലാവർക്കും എന്റെ നന്ദി അറിയിക്കുന്നു. See you tomorrow. Thank you, everyone. Thank you. Thank you all. താങ്ക് യു സർ.